എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റയൽ മാഡ്രിഡ് vs ലൈപ്സിഗ് മത്സരത്തെ കുറിച്ചിട്ടാണ്. RB ലൈപ്സിഗിന്റെ ഹോം ഗ്രൗണ്ടിലായിരുന്നു ഈ ഒരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. റയൽ മാഡ്രിഡ് ആണ് ഈ ഒരു മത്സരത്തിന്റെ വിജയികൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ. കൂടാതെ ഇതിൽ ഈ ഒരു മത്സരത്തിൽ കുറെ അധികം ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ആദ്യം ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ലൈപ്സിഗ് ആണ്. പക്ഷെ ആ ഒരു ഗോള് റഫറി നിഷേധിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറെ ഇതുണ്ട്. പിന്നെ നമ്മളെ ഇബ്രാഹിം ഡിയാസ് ഇബ്രാഹിം ഡിയാസിന്റെ ആ ഒരു ഗോള് നമുക്കറിയാം മെസ്സി സ്റ്റൈലിൽ ആ ഒരു ബ്യൂട്ടി ഗോള് നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു മത്സരത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോ ഈ ഒരു മത്സരം എന്ന് പറയുന്നത് റയൽ മാഡ്രിഡ് ഈ സീസണിലെ ഈ ഒരു ചാമ്പ്യൻസ് ലീഗിന്റെ ഹോപ്പുകൾ, അതായത് ഇനിയിപ്പോ മുന്നോട്ട് പോകുമ്പോൾ ആദ്യത്തെ നോക്കൌട്ട് മത്സരമാണിത്. അത് ഒരു അവേ മത്സരമാണ് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം. അതുകൂടാതെ റയൽ മാഡ്രിഡിന്റെ സ്ക്വാഡിലാണെന്നുണ്ടെങ്കിൽ മെയിൻ പ്ലേയേഴ്സ് ആയിട്ടുള്ള എഡർ മിലിറ്റാവോ, അതുപോലെ തന്നെ തിബോട്ട് കോർട്ടോയ്സ്, അതുപോലെ തന്നെ റൂഡിഗർ, അലബ, പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിയുണ്ട് ബെല്ലിംഗാം, ഇങ്ങനത്തെ പ്ലേയേഴ്സിനൊക്കെ മെയിൻ പ്ലേയേഴ്സിനൊക്കെ ഇഞ്ചോർഡ് ആണ്. എന്നിട്ട് അവിടെ എവേക്ക് പോയിങ്ങാണ്ട് കഴിഞ്ഞ ആഴ്ച ഈ ജിറോണനെ ഇങ്ങനെ ഒരൊറ്റ നാച്ചുറൽ സിബി പോലും ഇല്ലാതെ ജിറോണനെ റയൽ മാഡ്രിഡ് ഡിസ്ട്രോയ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കളിയിൽ വരുമ്പോൾ നാച്ചോ ഒരു സെന്റർ ബാക്ക് ആയിങ്ങാണ്ട്. അപ്പോൾ അത് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ റയൽ മാഡ്രിഡ് ഒരു ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ലുനിന്റെ ആ ഒരു പെർഫോമൻസ് ആണ്. അതായത് ഇതിനു മുന്നേ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ഒരു ഗോൾ കീപ്പറെ ഭാഗത്തുനിന്ന് ഒരു UCL മത്സരത്തിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നോക്കൌട്ട് സ്റ്റേജിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തിബോട്ട് കോർട്ടോയ്സ് ആണ്. അതായത് ഇപ്പൊ ലുനിനെ റിപ്ലേസ് ചെയ്തിരിക്കണ ഈ ഒരു സീസണിൽ തിബോട്ട് കോർട്ടോയ്സിന് പരിക്ക് പറ്റിയതിനു ശേഷമാണ് കെപ്പനെ കൊന്നിട്ടുണ്ടായിരുന്നത്. കെപ്പ ഫോമിൽ അല്ലാത്തതുകൊണ്ട് ലുനിനെ ആ ഒരു ചാൻസ് യൂട്ടിലൈസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ലുനിനാണ് ഇന്നലെ 9 സേവുകൾ നടത്തിയാണ്ട് ഈ ഒരു റയൽ മാഡ്രിഡിനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു മത്സരത്തിൽ ഉടനീളം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ട് ലൈപ്സിഗ് ആണ്. സെക്കൻഡ് ഹാഫിലാണ് എനിക്ക് തോന്നുന്നു ഒന്നും പാടെ കളി കയ്യിലേക്ക് റയൽ മാഡ്രിഡിന് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇബ്രാഹിം ഡിയാസ് നല്ലൊരു രീതിയിൽ തന്നെ ഒരു ഏകദേശം 3 പ്ലേയേഴ്സിനെ കബളിപ്പിച്ചുകൊണ്ടാണ് ഈ ഇബ്രാഹിം ഡിയാസിന്റെ ഷോട്ട് വരുന്നത്. ആ ഷോട്ടാണെന്നുണ്ടെങ്കിൽ അതിലാറും വലുത് ഇടത് കാലം കൊണ്ട് നല്ല രീതിയിൽ തന്നെ കർവിങ് ഷോട്ട് ആ ഒരു പോസ്റ്റിലേക്ക് അടിച്ചുകൊണ്ട് 1-0 എന്നുള്ള ലീഡ് കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇബ്രാഹിം ഡിയാസ് ആ ഒരു ഗോൾ അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു മത്സരത്തിൽ ഒന്നല്ലെങ്കിൽ ഡ്രോ അല്ലെങ്കിൽ ലൈപ്സിഗ് വിജയിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഗോള് പറക്കണ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോ റയൽ മാഡ്രിഡിന് കാര്യങ്ങളൊക്കെ കുറെ സുഖമാണ്. അതായത് ഇനി ഹോം ഗ്രൗണ്ടിലാണ് മത്സരം. ആ ഒരു ഹോം ഗ്രൗണ്ട് മത്സരത്തിലാണെന്നുണ്ടെങ്കിൽ ബെല്ലിംഗാമും കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ റയൽ മാഡ്രിഡിന്റെ പ്ലേയേഴ്സ് ഒക്കെ തിരിച്ചു വരും. ബെല്ലിംഗാമും റൂഡിഗർ ഒക്കെ തിരിച്ചു വരും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഒരു ഗോളിന്റെ ലീഡ് ഉണ്ട്. അപ്പം ഇതില് പിന്നെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റത്തെ ഗോളാണ്. ആക്ച്വലി ഞാനൊരു ഗോൾ കണ്ടിട്ടില്ല. അതായത് കളിന്റെ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആ ടൈമിൽ വന്നിട്ടുള്ള ആ ഒരു ഗോൾ അറിയാണെന്നുണ്ടെങ്കിൽ നല്ല അത് എന്തുകൊണ്ട് ഗോൾ ആക്കില്ല എന്ന് പറയുന്ന ഇത് നോക്കുകയാണെങ്കിൽ ആ ഒരു തുടക്കത്തില് ഈ ഒരു ലുനിന്റെ ബാക്കിൽ റോഡ്രിഗോ ആണ് ഏറ്റവും ലാസ്റ്റത്തെ പ്ലെയർ. പ്ലെയർ വൈസ് നോക്കുമ്പോൾ റോഡ്രിഗോ ആണ് ഏറ്റവും ലാസ്റ്റത്തെ പ്ലെയർ. പക്ഷെ റോഡ്രിഗോന്റെ ബാക്കും കഴിയാണ്ട് ലുനിന്റെ ബാക്കിൽ ഈ ഒരു ലൈപ്സിഗിന്റെ പ്ലെയർ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ആ ഒരു ബോൾ നമ്മൾ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗോൾ കീപ്പറെ എന്തും ചെയ്യാൻ പറ്റൂല. ഇയാള് ബാക്കിൽ നിന്ന് ഗോൾ കീപ്പറെ ലുനിനെ പുഷ് ചെയ്യണൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്തു പറയുന്ന സംഭവമാണ്. അപ്പോ ആ ഒരു ഡിസിഷൻ റഫറി എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു ഗ്രേറ്റ് ഡിസിഷൻ. അത് പറയുന്ന മാർക്ക് വലിയൊരു സംഭവമൊന്നുമില്ല. അതാണ് റൈറ്റ് ഡിസിഷൻ ആണ് റഫറി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് ശേഷം ഈ ഒരു മത്സരത്തിന് ശേഷം ഒരു ഇതില് ചോദിക്കുന്നുണ്ടായിരുന്നു റഫറിനോട് ഇപ്പം ആ ഒരു ഡിസിഷനായിട്ട് കുറ്റബോധം ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദിച്ചുകൊണ്ട്. പക്ഷെ ആ റഫറി അപ്പൊ തന്നെ അതിനുള്ള ഫുൾ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഗോള് എന്തായാലും ഒരു ഗോളായി കൺസിഡർ ചെയ്യാൻ പറ്റൂല. അങ്ങനെ റയൽ മാഡ്രിഡ് 1-0 എന്നുള്ള സ്കോറിന് വിജയിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ എടുത്തു പറയേണ്ട കുറച്ച് പേരുകളുണ്ട്. അവരൊക്കെ എടുത്ത് നോക്കാം. ആദ്യം തന്നെ ചുവമിനിയാണ്. ചുവമിനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പൊ ചുവമിനി കളിക്കുന്നത് പറഞ്ഞാല് ഒരു സെന്റർ ബാക്ക് റോളിലാണ്. സെന്റർ ബാക്ക് റോളിലാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഈ 2 മത്സരത്തിലും ക്ലീൻ ഷീറ്റ് പിടിക്കാൻ ഈ ഒരു ചുവമിനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ മത്സരമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ ചാൻസുകൾ ഈ ഒരു ലൈപ്സിഗിന്റെ കുറെ ചാൻസുകൾ ചുവമിനി ബ്ലോക്ക് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു പെർഫോമൻസ് സെന്റർ ബാക്ക് റോളിലും ഈ ഒരു ചുവമിനിക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയുന്ന സംഭവമാണ്. കഴിഞ്ഞ കൊല്ലം ഈ ഒരു ലെഫ്റ്റ് ബാക്ക് മെൻഡിക്ക് പരിക്ക് പറ്റിയപ്പോൾ ഈ ഒരു ആൻസലോട്ടി ലെഫ്റ്റ് ബാക്ക് റോളിൽ കമവിംഗിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരിക്കും. ഇപ്പോൾ റൂഡിഗറിന് പരിക്ക് പറ്റിയപ്പോൾ ഈ ഒരു ചുവമിനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ചുവമിനി ആണെന്നുണ്ടെങ്കിൽ കട്ടക്ക് ഫോം ആകുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയുന്ന സംഭവമാണ്.
പിന്നെ ഉള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഇപ്പം റയൽ മാഡ്രിഡ് സ്ക്വാഡിൽ വാൽവർദെയാണ്. വാൽവർദെ ഇന്നലെ ഈ ആൾ റൗണ്ടർ ആണ്. അതായത് എല്ലായിടത്തും മൂപ്പരുണ്ട്, നല്ല രീതിയിൽ തന്നെ ബോൾ വിൻ ചെയ്തിട്ടുണ്ട്, ബോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, അതൊക്കെ എടുത്ത് പറയുന്ന സംഭവമാണ്. അങ്ങനത്തെ ഒരു ഗ്രേറ്റ് ഗെയിം ആയിരുന്നു ഇന്നലെ വാൽവർദേക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇബ്രാഹിം ഡിയാസ് ആണ്. ഇബ്രാഹിം ഡിയാസിന് ഈ ഒരു സീസണിൽ 3 UCL മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു 3 UCL മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2 ഗോളുകൾ നേടാൻ ഇബ്രാഹിം ഡിയാസിന് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു ഗോളായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഇന്നലെ നടന്ന 2 മത്സരത്തിൽ ഏറ്റവും മികച്ച ഗോൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇബ്രാഹിം ഡിയാസിന്റെ ഗോൾ എന്ന് പറയാം. കാരണം ഒരു മെസ്സി സ്റ്റൈൽ ഗോളാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഗോൾ കാണുമ്പോൾ, ആ ഒരു ബോൾ ഡ്രിബിൾ ചെയ്ത് പോകുന്നത് കാണുമ്പോൾ ഈ ഒരു മെസ്സിനെ പലർക്കും ഓർമ്മ വന്നിട്ടുണ്ടാവും. അതിനുശേഷം ഇബ്രാഹിം ഡിയാസിന് ഇഞ്ചുറി പറ്റി നമ്മൾ കണ്ടു. അത് ഇതേ മോഡൽ ഒരു സ്റ്റെപ്പിങ്ങിൽ തന്നെയായിരുന്നു ആ ഒരു ഇഞ്ചുറി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇനി റയൽ മാഡ്രിഡ് ഈ ഒരു മാർച്ച് 10-ാം തീയതിയാണ് തോന്നുന്നു ഈ ഒരു റൗണ്ട് ഓഫ് 16 സെക്കൻഡ് ലെഗ് നടക്കാൻ പോകുന്നത്. അത് സാന്റിയാഗോ ബെർണോബിയിൽ വെച്ച് കണ്ട് ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്വാർട്ടർ ഫൈനലിലേക്ക് റയൽ മാഡ്രിഡ് ക്വാളിഫൈ ആകും എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട സംഭവം. പിന്നെ ഇന്നലെ തന്നെ സിറ്റിന്റെയും കോപ്പൻഹാഗും സിറ്റിയും മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സിറ്റി 3-1 വിജയിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ സിറ്റിന്റെ ഹീറോസ് ആരാണെന്ന് പറയാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കെവിൻ ഡിബ്രൂയിനെയാണ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫോർഡൻ ആയിരുന്നു ആ ഒരു ഗോളിന്റെ അസിസ്റ്റർ എന്ന് പറയുന്നുണ്ടെങ്കിൽ, പിന്നെ ബെർണാർഡോ സിൽവ രണ്ടാമത്തെ ഗോൾ നമ്മൾ കണ്ടു. അതിന് മുന്നേ ഈ ഒരു കെവിൻ ഡിബ്രൂയിൻ അടിച്ച ഗോളിന് ഈക്വലൈസർ ആയിക്കാണ്ട് നല്ലൊരു ഗോൾ കോപ്പൻഹാഗൻ അടിക്കണ കണ്ടു. ആ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് എന്നാണ് ഒരു ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ ആ ഒരു ബെർണാർഡോ സിൽവയ്ക്ക് ശേഷം ലാസ്റ്റ് ഏകദേശം 90+ൽ ഈ ഒരു ഫോർഡന്റെ ഗോൾ വരുന്നുണ്ട്. അത് കെവിൻ ഡിബ്രൂയിന്റെ അസിസ്റ്റിലായിരുന്നു ആ ഒരു ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു ഡിബ്രൂയിൻ എന്ന് പറയുന്നത് ഏകദേശം 9 മത്സരങ്ങൾ ഈ സീസണിൽ കളിച്ചപ്പോൾ ഏകദേശം 8 ഗോൾ അസിസ്റ്റുകളും 2 ഗോളുകളും നേടാൻ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഗ്രേറ്റ് സീസണാണ് ഈ ഡിബ്രൂയിനൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ 2 മത്സരത്തെ കുറിച്ച് പറയാനുള്ളത്. അതായത് ഞാൻ ഈ ഒരു സിറ്റി മത്സരം കാണാത്തതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കാം. ഓക്കെ.